നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുരുളുകൾ അഴിയുമ്പോൾ തെളിയുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ വേരുകൾ കൂടിയാണെന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കാളികളായ ഇടതുപക്ഷ സഖാക്കളൊക്കെ അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ നേരിട്ടേ കൊള്ള സംഘവുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടായി തുടങ്ങിയ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ദൈവം അടിവേരിളക്കി മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സജീവമാകുമ്പോൾ ഉയരുന്നത് CBI അന്വേഷണം ആവശ്യമെന്ന സാഹചര്യമാണ്. ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വരും. ബെള്ളാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ 600 ഗ്രാം സ്വർണം തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല. പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളിയായ വ്യവസായിയാണ്. ഇയാളുടെ ഫോൺ സംഭാഷണം അടക്കം ചെന്നിത്തല കൈമാറും. UB ഗ്രൂപ്പ് 1998 സ്വർണം പൊതിഞ്ഞത് തന്നെയാണോ ബെള്ളാരിയിൽ നിന്ന് കണ്ടെടുത്തത് എന്നതിന്റെയും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് VSSC ലാബിൽ നടക്കുകയാണ്. അടുത്തയാഴ്ച ഈ പരിശോധനാ ഫലം വരും. ബെള്ളാരിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേതല്ലെങ്കിൽ കഥമാണ്. ചെമ്പുപാളിയും പരിശോധിക്കുന്നുണ്ട്. ചെമ്പുപാളിയുടെ കാലപ്പഴക്കം കുറവാണെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടുവെന്ന നിഗമനത്തിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുരുളുകൾ അഴിയുമ്പോൾ തെളിയുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ വേരുകൾ കൂടിയാണെന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കാളികളായ ഇടതുപക്ഷ സഖാക്കളൊക്കെ അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ നേരിട്ട് ഈ കൊള്ള സംഘവുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടായി തുടങ്ങിയ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ദൈവം അടിവേരിളക്കി മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സജീവമാകുമ്പോൾ ഉയരുന്നത് CBI അന്വേഷണം എന്ന ആവശ്യമുള്ള സാഹചര്യമാണ്. ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്തു നൽകിയതോടെ കേസ് വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം വിദേശത്തേക്കും ഇനി വ്യാപിപ്പിക്കേണ്ടി വരും. ബെള്ളാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ 600 ഗ്രാം സ്വർണം തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല. പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിലെ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളിയായ വ്യവസായിയാണ്. ഇയാളുടെ ഫോൺ സംഭാഷണമടക്കം ചെന്നിത്തല കൈമാറും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ബെള്ളാരിയിൽ നിന്ന് കണ്ടെടുത്തതെന്നതിന്റെയും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് VSSC ലാബിൽ നടക്കുകയാണ്. അടുത്തയാഴ്ച വരുന്ന ഈ പരിശോധനാ ഫലത്തോടു കൂടി പുതിയ വഴിത്തിരിവിലേക്ക് കേസ് മാറും. ബെള്ളാരിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേതല്ലെങ്കിൽ കഥ മാറും. ചെമ്പുപാളിയും പരിശോധിക്കുന്നുണ്ട്. ചെമ്പുപാളിയുടെ കാലപ്പഴക്കം കുറവാണെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടുവെന്ന നിഗമനത്തിലെത്തും. കേസ് ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്നും പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണ് എന്നുമുള്ള സംശയം ഉന്നയിച്ചിരുന്നു. യഥാർത്ഥ പാളികൾ വിദേശത്ത് വിലയേറിയ പുരാവസ്തുക്കൾ വാങ്ങുന്ന വ്യവസായികളിലേക്ക് എത്തിയെന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും തെളിവുകൾ കിട്ടിയിരുന്നില്ല. എന്നാൽ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ എല്ലാം വ്യക്തമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നുവെന്ന് ജന്മഭൂമിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ്ണ വ്യാപാരിയല്ല. ചിക്മംഗ്ലൂരുവിലെ സ്വർണ്ണ ഖനികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഖനി ഉടമകളുമായി നേരിട്ട് വ്യാപാരം നടത്തുന്നയാളാണിത്. 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൽപേഷ് വഴി സ്വന്തമാക്കിയ സ്വർണം ഇത്രയും നാൾ ഉരുപ്പടിയായി മാറ്റാതെ എന്തുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചു എന്നതും സംശയത്തിന് ഇട നൽകുന്നു. ആധ്യാത്മിക മൂല്യമാണ് കാരണമെങ്കിൽ അത് പൂജാമുറിയിൽ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്. ഇതൊന്നും അല്ലാതെ നേരിട്ട് ജ്വല്ലറിയിൽ നിന്നും സ്വർണം കൈമാറിയപ്പോഴേ SIT ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
ഹൈദരാബാദ് സ്വദേശിയെന്ന് കരുതുന്ന നാഗേഷിനെ SIT ഇതുവരെ ചോദ്യം ചെയ്തതായി അറിവില്ല. ഇദ്ദേഹത്തിന് ലോഹ സാധനങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് ഹൈദരാബാദിലും ഉണ്ട്. ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്നും ആദ്യം ബാംഗ്ലൂരുവിലേക്കും തുടർന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായാണ് സൂചന. അത് കൽപേഷിന്റെ വർക്ക്ഷോപ്പിലേക്കാണെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇവിടെ വെച്ച് ദ്വാരപാലക ശില്പപാളികളുടെ മോൾഡ് തയ്യാറാക്കി പുതിയ പാളികൾ നിർമ്മിച്ച ശേഷം യഥാർത്ഥ പാളികൾ സ്വർണം സഹിതം കടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഹൈദരാബാദിൽ നിന്നും പാളികൾ ആഴ്ചകൾക്ക് ശേഷമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയതെന്ന കാര്യം ശ്രദ്ധേയമാണ്. തങ്ങളുടെ പക്കൽ ലഭിച്ചത് പുതിയ ചെമ്പുപാളികളാണെന്നും സ്വർണം വേർതിരിക്കുന്ന സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ല എന്നുമുള്ള CEO പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ വെളിപ്പെടുത്തൽ പിന്നീട് മാറ്റിയതും സംശയം ബലപ്പെടുത്തുന്നു. കിരീടവും ചെങ്കോലും തിരികെ കൊടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ രാജാവും പരിവാരങ്ങളും അധികം താമസിയാതെ പടിയിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി കേരളം കാത്തിരിക്കുന്നത് ആ നിയമ നടപടികൾക്കാണ്.